ഒൻപതാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ എന്ന ചാപ്റ്ററിലെ കണക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ തന്നിരിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമാണ്. അതിനുള്ള എളുപ്പ വഴി ഇന്ന് നമ്മൾ പഠിക്കും. നമ്മൾ കൃത്യമായി പഠിക്കും. എല്ലാവരും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചോദ്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച പോലത്തെ കണക്കല്ല. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒരു ഫ്രാക്ഷനെ പറ്റിയാണ്. ഫ്രാക്ഷൻ അല്ലെങ്കിൽ മലയാളം മനസ്സിലാക്കുക, ഭിന്നസംഖ്യ. ഒരു ഭിന്നസംഖ്യയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ എന്തോ കണ്ടുപിടിക്കേണ്ടത്? ഒരു ഫ്രാക്ഷൻ ആണ് ഭിന്നസംഖ്യ. അപ്പോൾ എന്താണ് ഫ്രാക്ഷൻ എന്ന് നിങ്ങൾ ചിന്തിക്കാനൊന്നും നിൽക്കേണ്ട. ഇതാണ് ഫ്രാക്ഷൻ. കണ്ടോ, ഒരു ന്യൂമറേറ്ററും അതോടൊപ്പം താഴെ ഡിനോമിനേറ്ററും, ഒരു അംശം മുകളിലും താഴെ ഛേദം. ഇതുപോലത്തെ സംഖ്യയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് വിളിക്കുന്നത്. ഓക്കെയാണ്. ഇപ്പോൾ ഭിന്നസംഖ്യയ്ക്ക് മുകളിലും താഴെയും കാണും, അത് മനസ്സിലാക്കി വെച്ചേക്കുക. നോക്കിപ്പോൾ 3/4 ഒരു ഭിന്നസംഖ്യയാണ്, 1/2 ഒരു ഭിന്നസംഖ്യയാണ്, 10/20 ഒരു ഭിന്നസംഖ്യയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതോടൊപ്പം ഒരു കുഞ്ഞു കാര്യവും കൂടെ അറിഞ്ഞിരിക്കണം. ഒരു ഭിന്നസംഖ്യ ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ചെറിയ രൂപത്തിലോട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. നോക്കി, ഇവിടുത്തെ സീറോയും വെട്ടിക്കളഞ്ഞാൽ ആ 10/20 എന്ന് പറയുന്ന ഫ്രാക്ഷൻ എന്തായി മാറുന്നുണ്ട് മക്കളെ? 1/2 എന്ന ഉത്തരത്തിലേക്ക് മാറുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, എളുപ്പവഴി പഠിക്കുക. നോക്ക്, മുകളിൽ 10, അതിൻ്റെ ഡബിൾ ആണ്, അതിൻ്റെ ഇരട്ടിയാണ് താഴെ. അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്തുമായിരിക്കും? 1/2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാടി, ഇവിടെ 4 ആണ്, താഴെ 8 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ കണക്കൂട്ടെന്നും വേണ്ട, ഉത്തരം പറ 1/2 ആയിരിക്കും. എന്തുമായിരിക്കും? 1/2. അടുത്ത് നോക്ക്, 12 ഡബിൾ ആണ്, 24. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ്റെ ഉത്തരം എന്തുമായിരിക്കും? 1/2. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ്റെ എല്ലാം ചെറു രൂപം എഴുതാനായിട്ട് പഠിക്കണം. ലോവസ്റ്റ് ഫോമെന്നോ സിംപ്ലസ്റ്റ് ഫോമെന്നോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നിങ്ങൾ നോക്കുക, 5ന്റെ ഡബിൾ അല്ലേ 10. അപ്പോൾ ഇതും ഏത് തന്നെയാണ്? 1/2 തന്നെയാണ്. പക്ഷേ ഇത് 1/2 എന്ന് എഴുതി വെക്കരുത്, പൊട്ടത്തെറ്റാണ് എന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അവിടെ കിടക്കുന്ന 3ന്റെ ഡബിൾ അല്ല 9, 3ന്റെ ഡബിൾ അല്ല 9. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ മുകളിലും താഴെ 3 കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പോൾ അതെന്തായിട്ട് മാറും? 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 9നെ 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 3. അപ്പോൾ 1/3 ആണ്. അതെന്ന് മനസ്സിലാക്കുക. തൊട്ട് താഴെയുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഏതിലടങ്ങും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 5 3 15 ബൈ 6 3 18. അത് 5/6 ആണ്. അപ്പോൾ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്തെന്ന് മനസ്സിലായി. ഒരു ഭിന്നസംഖ്യയ്ക്ക് എന്തുണ്ട്? ഒരു ന്യൂമറേറ്റർ ഉണ്ട്, അത് കണക്കൊരു ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു കണക്കാണ് നമ്മൾ പഠിക്കാനായിട്ട് ഈ ക്വസ്റ്റ്യനിൽ പോകുന്നത്. അപ്പോൾ എന്താ ചോദ്യം? എ ഫ്രാക്ഷൻ എന്നേ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതാണ് ആ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ 1/2 ആണോ 3/2 ആണോ എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇനി നിങ്ങൾ വിചാരിക്കും 1/2 ആണ് ഫ്രാക്ഷൻ. അല്ല, അത് 1/2 എന്ന് പറഞ്ഞ ഒരു ഉത്തരമാണ് കേട്ടോ. ബിക്കംസ് 1/2 എന്നാണ് പറഞ്ഞേക്കുന്നത്, അതല്ല നമ്മുടെ ഫ്രാക്ഷൻ. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതോ ഒരു ഫ്രാക്ഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതോ ഒരു ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ആ ഫ്രാക്ഷനെ എന്തെന്ന് വിളിക്കുന്നു? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്രാക്ഷനാണ് x/y. മുകളിൽ എന്താണെന്നും എനിക്ക് അറിഞ്ഞൂടാ, താഴെ എന്താണെന്ന് പറഞ്ഞു. അതുകൊണ്ട് മുകളിലത്തെ സംഖ്യ എക്സും താഴത്തെ സംഖ്യ വൈയും. കണ്ടോ, ഇതെന്തു ഭാഗം? ന്യൂമറേറ്റർ. ഇതെന്തു ഭാഗം? ഡിനോമിനേറ്റർ. അല്ലെങ്കിൽ മലയാളം എന്തോ? മുകളിൽ അംശം, താഴെ എന്തോ? ഛേദം എന്ന് മനസ്സിലാക്കുക കേട്ടല്ലോ. അങ്ങനെ x/y രൂപത്തിലൊരു ഫ്രാക്ഷൻ ഉണ്ട്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നടാ? എ ഫ്രാക്ഷൻ സിംപ്ലിഫൈ ആകുന്നു എന്ന് വെച്ചാൽ ചെറിയ രൂപത്തിലോട്ട് മാറുന്നു. എപ്പോൾ? ആഫ്റ്റർ ആഡിങ് 1 ടു ഇറ്റ്സ് ന്യൂമറേറ്റർ. ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശത്തിൽ 1 കൂടുമ്പോൾ ആ ഫ്രാക്ഷൻ ചെറുതാകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ 1/4 എന്നൊരു ഫ്രാക്ഷൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ കൂടെ ഞാൻ 1 കൂട്ടി, എന്ത് സംഭവിക്കും? ആ ഫ്രാക്ഷൻ 2/4 എന്നായി മാറും. എന്ന് പറയുമ്പോൾ 2/4 ആരാ? നിങ്ങൾക്ക് അറിയാം, 2ന്റെ ഡബിൾ ആണല്ലോ 4. അപ്പോൾ 2/4 ആരാ? 1/2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഫ്രാക്ഷൻ ഇങ്ങനെ മാറി, സിംപ്ലിഫൈ ആയി, ഒന്നുകൂടെ ചെറുതായി. അപ്പോൾ നമ്മുടെ 1/4 എന്ന് പറയുന്ന ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ ആ ഫ്രാക്ഷൻ മാറി, ആരായി മാറി? 1/2 ആയി. ഇതേപടി ചിന്തിക്കുക, ഒരു ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ ആ ഫ്രാക്ഷൻ 1/2 ആയി എന്ന് വെച്ചാൽ നമ്മുടെ കണക്ക് ഇങ്ങനെ പറയണം. ഇവിടെ x/y ഉണ്ടായിരുന്നു, അതിൻ്റെ എക്സിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ ഈ ഫ്രാക്ഷൻ 1 ചെറുതായി, എന്തായി മാറി? 1/2 ആയി. കണ്ടോ, x/y എന്ന ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ കൂടെ അംശത്തിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ അതിൻ്റെ ഉത്തരം
പകരം എന്തായി മാറി 1/2 ആയി മാറി. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായേ? ഓക്കെ. ഇനി നോക്ക്, ഇഫ് ഇൻസ്റ്റെഡ് 1 ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ, ഈ മുകളിൽ കൂട്ടുന്നതിന് പകരമായി ഒരു ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു x/y, അതിൻ്റെ മുകളിൽ കൂട്ടുന്നതിന് പകരമായി ഡിനോമിനേറ്റർ ഛേദത്തിലാണ് 1 കൂട്ടിയതെങ്കിൽ, കണ്ടോ, ഛേദത്തിലാണ് 1 കൂട്ടിയതെങ്കിൽ ആ ഫ്രാക്ഷൻ ഇറ്റ് ബിക്കംസ് 1/3. അതിൻ്റെ ഉത്തരം എന്തായി മാറിയേനെ? 1/3 ആയി മാറിയേനെ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇത് ആദ്യത്തെ സെൻറ്റൻസ് വായിച്ച് നമ്മൾ എഴുതുന്നത് ന്യൂമറേറ്ററിൻ്റെ 1 കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം 1/2. രണ്ടാമത്തെ ഭാഗം നമ്മൾ വായിക്കുന്നു. ദാണ്ട് ഇതാണ്, ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. കണ്ടോ, ഛേദം എന്ന് പറയുമ്പോൾ അടിവശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ ഉത്തരം എന്തുവാ? 1/3. ഇനി നമുക്ക് എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ? ആദ്യമായി നമ്മൾ കൺസിഡർ ചെയ്ത x/y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മീൻസ് എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം. എക്സും കണ്ടുപിടിക്കണം, വൈയും. എന്നാലല്ലയോ നമുക്ക് എന്ത് എഴുതാൻ പറ്റൂ? x/y എന്ന ഉത്തരമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ഉള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ കണ്ടെത്തണം. സെറ്റാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഒരു ഫ്രാക്ഷൻ എന്നുണ്ട് ഇതുപോലെ ഈക്വൽ ടു വന്നാൽ, ഒരു ഫ്രാക്ഷൻ എന്നുണ്ട് ഇങ്ങനെ ഈക്വൽ ടു വന്നാൽ, രണ്ട് ഫ്രാക്ഷൻ ഈക്വൽ എന്നല്ലേ അർത്ഥം? ഈക്വൽ ടു ഉണ്ടെങ്കിൽ അത് ഈക്വൽ ആണെന്ന് അർത്ഥമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവർ തമ്മിൽ ഗുണിക്കുന്നത് തുല്യമായിരിക്കും. ഏതൊക്കെ തമ്മിൽ? രണ്ടും x+1 ഗുണിക്കുന്ന അതേ ഉത്തരം തന്നെയാണ് വൈയും 1 കൂടെ ഗുണിക്കുന്നത് എന്ന് മനസ്സിലാവാത്തവർ മനസ്സിലാക്കുക. 2 × x+1. കണ്ടോ, x+1 വന്നതുകൊണ്ടാണ് നമ്മൾ ബ്രാക്കറ്റിനകത്താക്കുന്നത്. x+1 എന്ന് പറഞ്ഞാൽ 2 സംഖ്യയുണ്ട്, അതുകൊണ്ട് അത് 2 കൂടെ കൂട്ടിയാലേ ഉള്ളൂ. അപ്പോൾ x+1 2നെ എടുത്തതായി ഇവനുമായി ഗുണിക്കുന്ന അതേ ഉത്തരം തന്നെയാണ് 1നെ ആരുമായി ഗുണിക്കുമ്പോൾ കിട്ടുന്നത്? വൈയുമായി ഗുണിക്കുമ്പോൾ കിട്ടേണ്ട. ഈ 1ഉം വൈയോടെ ഗുണിച്ച് അതേ ഉത്തരം തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് എഴുതാൻ പഠിക്കും. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാനായിട്ട് പറ്റും. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2നെ അകത്തേറ്റ് ഗുണിക്ക് 2x + 2 = 1 × y. സംശയമൊന്നുമില്ലല്ലോ. ഈ 2നെ എക്സുമായിട്ട് ഗുണിക്കുമ്പോൾ 2x, ഈ 2നെ എടുത്ത് 1മായി ഗുണിക്കുമ്പോൾ 2. അപ്പോൾ 2x + 2 എന്താണെന്ന് എഴുതി? y എന്ന് എഴുതി വെച്ചു. അതവിടെ ഇരിക്കട്ടെ. ഇനി തൊട്ടിപ്പുറത്തെ ഭാഗം നിങ്ങൾ കാണുന്നുണ്ട്, നമ്മൾ 2 ഭാഗമായിട്ടാണ് ചെയ്തു പോകുന്നത്. തൊട്ടിപ്പുറത്തെ നമ്മൾ പറഞ്ഞ കാര്യം കൂടെ അതുപോലെ ചെയ്യുക. രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണ്, ഇവർ തമ്മിൽ ഗുണിക്കുന്നു എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 3 × x നമുക്ക് അർപ്പിൽ തന്നെ എഴുതാം. 3 × x എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 1 × y+1 ഈക്വൽ ആയിരിക്കും. കണ്ടല്ലോ, 3നെ എക്സുമായി ഗുണിക്കുന്നത് 1ഉം y+1 ഗുണിക്കുന്നത് ഈക്വൽ ആയിരിക്കും. സംശയമൊന്നുമില്ല. 3 × x എന്ത് വരും മക്കളെ? 3x. സംശയമില്ലല്ലോ. = 1നെ എന്തുമായി ഗുണിച്ചാലും ഉത്തരം എന്തിനെ? 1 × y+1 ആര് തന്നെയാണ്? y+1 ആണ്. കണ്ടോ, 1നെ y+1 ആയിട്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ ഉത്തരം എന്താ? 1ഉം y+1 ആയിട്ട് ഗുണിച്ചാൽ y+1 തന്നെ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു നിർത്തി. അപ്പോൾ നമ്മൾ ചെയ്തു നിർത്തി ഏറ്റവും അവസാന രൂപം താണ്ട് ഇതാണ്. ഞാനൊന്ന് പച്ച അടിച്ച് കാണിച്ചേക്കാം. y = 2x + 2 എന്ന് പറഞ്ഞ ഒരു കാര്യവും കിട്ടി. അത് കണക്ക് 3x = y+1 എന്ന് പറഞ്ഞ ഉത്തരവും കിട്ടി. ഇത്രയും ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഇതെല്ലാവർക്കും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ ആ ഫ്രാക്ഷൻ 1/2 ആയി. ആ ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ ആ ഫ്രാക്ഷൻ എന്തായി? 1/3 ആയി. പിന്നെ നമുക്കറിയാം രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെ ഗുണിക്കാൻ പറ്റും. അതാണ് ഇവിടെയും ഗുണിച്ചു. അങ്ങനെ ഗുണിച്ച അവസാനം ഇവിടം വരെ എത്തി. ഓക്കെയാണ്, സെറ്റാണ്. ഇനി ബാക്കി കേട്ടോ, ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് എന്തുവാ കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട x/y ആണ്, അല്ലെങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് ഉത്തരത്തിലേക്ക് പോകേണ്ടത്. നോക്കണം, ഇക്വേഷൻ എന്താണെന്നൊക്കെ നമ്മൾ വീഡിയോ 1 ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഇക്വേഷൻ, ഇവിടെ ഒരു ഇക്വേഷൻ. ഇനി വളരെ സിമ്പിളാണ് മക്കളെ. നിങ്ങൾക്കറിയാം y എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഇവന് ഈക്വലാണ്. വൈക്ക് പകരം എന്ത് കൊടുക്കാം? 2x + 2 എന്ന് ഇവിടെ കൊടുത്തൂടെ? ഈ വൈക്ക് പകരം മറ്റതെടുത്ത് കൊടുക്കാൻ പറ്റും. എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഇങ്ങനെ വരും മക്കളെ. ഇവിടെ 3x അതുപോലെ എഴുതി സമം വൈക്ക് പകരം എന്ത് കൊടുക്കാം? 2x + 2. എളുപ്പ വഴിയാണ്. നിങ്ങളെ പല രീതിയിൽ പലരും പഠിപ്പിക്കും. ഇതാണ് എളുപ്പവഴി. ഫ്രാക്ഷൻ്റെ കണക്ക് ഇതുപോലെ ചെയ്താൽ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ചെയ്ത മാർഗ്ഗം മനസ്സിലായി. ഈ വൈക്ക് പകരം ഈ വാല്യൂ കൊടുത്തു. വൈക്ക് പകരം ഏത് വാല്യൂ കൊടുത്തു? അപ്പുറത്തെ ഇക്വേഷൻ്റെ വാല്യൂവും കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. നമുക്ക് 3x = 2x + 3 എന്ന ആൻസർ കിട്ടും. ഇനി ഈ 2xനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ നമുക്കറിയാം 3x - 2x ആവും. +2x ഇപ്പുറത്തോട്ട് പോയാൽ -2x = 3. അപ്പോൾ ഇവിടെ 3x ന്ന് 2x കുറച്ചാൽ 3x ന്ന് 2x കുറച്ചാൽ എത്ര കിട്ടും? x = 3 എന്ന ആൻസർ കിട്ടും. അപ്പോൾ എക്സിൻ്റെ ഉത്തരം റെഡിയായി. അപ്പോൾ എക്സ് എത്ര മക്കളെ എന്ന് ചോദിക്കേണ്ട. ഇനി എല്ലാവർക്കും കിട്ടി. എക്സിൻ്റെ വാല്യൂ 3 ആണ്. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? y കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ പറ y ഇവിടെ ഉണ്ടല്ലോ. എന്ത് ചെയ്യണം? ഈ എക്സിനെ
എക്സിൻ്റെ അവിടെ എന്ത് കൊടുത്താൽ മതി? ഈ എക്സിൻ്റെ അവിടെ അതാ ഇപ്പം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എക്സ് എത്ര? 3 ആണ്. അപ്പോൾ ഈ എക്സിൻ്റെ അവിടെ എന്ത് കൊടുത്താൽ മതി? 3. അപ്പോൾ പറ 2 × 3 + 2 ആണ്. അപ്പോൾ 6 + 2 ആണ് y. അപ്പോൾ എന്ത് കിട്ടും? y = 8 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ വൈയുടെ ഉത്തരം 8 ആണ്. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ ആരാണ്? നിങ്ങൾ പറ x3 y 8. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മുടെ ഫ്രാക്ഷൻ, നമ്മുടെ ആദ്യം കണ്ടുപിടിച്ച ഫ്രാക്ഷൻ, നമ്മൾ കൺസിഡർ ചെയ്ത ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ ആരാണ്? 3/8 ആണ്. ആരാണ് നമ്മുടെ ഭിന്നസംഖ്യ? 3/8. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 3/8 ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 3/8. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ന്യൂജൻ മാത്ത് എന്ന് പറഞ്ഞ ഈ ചാനലിൻ്റെ എൻ്റെ തന്നെ ഒരു ഓൺലൈൻ ബാച്ച് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇത്രയാണ് ഫീസ്. നമ്മൾ ഓണപ്പരീക്ഷ വരെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉണ്ടായിരിക്കും. മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നോട്ടായിട്ടും മറ്റു കാര്യങ്ങളായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ വിളിച്ച് ചോദിക്കുക, ജോയിൻ ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്നതാണ് ഇപ്പോൾ പഠിച്ച ഫ്രാക്ഷൻ്റെ അതേ ക്വസ്റ്റ്യൻ, അതേ സെയിം പാറ്റേൺ, പക്ഷേ അളവുകളിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ അങ്ങ് ചെയ്യാം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായി ചെയ്യാം. പഴയ ഡയലോഗ് തന്നെ നോക്കുക. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ 1 to its ന്യൂമറേറ്റർ. കണ്ടോ, ഒരു ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു. ആരാണ്? x/y എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ എവിടെ? അംശത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ ആ ഫ്രാക്ഷൻ എത്രയായി? 1/3 ആയി. കണ്ടല്ലോ, നേരത്തെ ചെയ്ത അതേപടി ഇതാ ഇവിടം വരെ കഴിഞ്ഞു. ഇനി ഇൻസ്റ്റെഡ് ഓഫ് 1 ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ, അതിൻ്റെ ഛേദത്തിൻ്റെ കൂടെയാണ് 1 കൂട്ടിയതെങ്കിൽ, ഒരു ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ഛേദത്തിൻ്റെ കൂടെയാണ് 1 കൂട്ടുന്നതെങ്കിൽ ആ ഫ്രാക്ഷൻ എന്തായിട്ട് മാറും? 1/4 ആയിട്ട് മാറും എന്നും പറയുന്നുണ്ട്. ഓക്കെയാണ്, ഇതാ ഇവിടം വരെ ഓക്കെയാണ്. അപ്പോൾ ഇവിടം വരെ നമ്മൾ ചെയ്തു. അപ്പോൾ എന്തോ പറഞ്ഞത്? അംശത്തിൻ്റെ കൂടെ 1 കൂട്ടുവാണെങ്കിൽ ആ ഫ്രാക്ഷൻ്റെ ഉത്തരം 1/3 ആവും. ഛേദത്തിൻ്റെ കൂടെ 1 കൂട്ടുവാണെങ്കിൽ ആ ഫ്രാക്ഷൻ എന്തായി മാറും? 1/4 ആയിട്ട് മാറും. ഇത്രയും നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യുക. അടുത്ത പരിപാടി നിങ്ങൾക്കറിയാം, ഇവിടെ ഈക്വൽ ടു വന്നാൽ ഇവർ തമ്മിൽ ഗുണിക്കുന്നതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം 3നെ ആരുമായി ഗുണിക്കുന്നത്? x+1 ഗുണിക്കുന്നത് എന്തിന് ഈക്വൽ ആവും? 1നെ y ഗുണിക്കുന്നതിന് ഈക്വൽ ആവും. അപ്പോൾ എന്ത് കിട്ടും? 3 × x 3x പ്ലസ് 3 × 1 3 സമം എന്തെന്നാവും? y. കണ്ടോ, 3x + 3 എന്തെന്ന് കിട്ടി? y. ഇനി തൊട്ട് ഇപ്പുറത്തെ ഭാഗം നിങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. ഇപ്പുറത്തെ ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പുറത്തെ ഭാഗം ചെയ്യുമ്പോൾ ഇതേപടി നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. നോക്ക്, ഇതും കൂടെ ഗുണിക്കുന്നത് തന്നെയാണ്, ഇതും കൂടെ ഗുണിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ 4 × x തന്നെയാണ് എന്തിന് ഈക്വൽ? 1 × y+1 ഈക്വൽ ആണ്. ഇനി 4 × x എന്താ? 4x സമം ആരാണ്? y+1 ആണ്. കണ്ടോ, ഒന്നിനെ എന്തുമായി ഗുണിച്ചാലും എന്തിനെ? അത് തന്നെ y+1. ഓക്കെയാണ്. അപ്പോൾ അതാ ഇവിടെ ഒരു ഇക്വേഷൻ, ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി. എന്തോ അടുത്ത പരിപാടി നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ നേരത്തെ കണക്കിൽ. എന്തോ ഞാൻ ചെയ്തത്? ഈ y-യുടെ വാല്യൂ, ഈ y-യുടെ വാല്യൂ എവിടെ കൊണ്ട് കൊടുക്കണം? ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെയാണ്, വളരെ സിമ്പിളാണ് മക്കളെ. നോക്കടാ, ഇവിടെ 4x = ഇവിടെ ഒരു y-യുടെ വാല്യൂ ഉണ്ട്. y-യുടെ വാല്യൂ എന്തുവാ നിങ്ങൾ പറ? 3x + 3. അത് എവിടെ ഇട്ട് കൊടുക്കണം? ഇവിടെ കൊടുക്കണം. അപ്പോൾ എന്ത് വരും? 3x + 3 + 1 എന്ന് വരും. അപ്പോൾ നിങ്ങൾ പറ 4x സമം 3x + 4 എന്ന് വരും. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 4x - 3x സമം 4 എന്ന് എഴുതാം. അവിടെ നിന്ന് x = 4 എന്ന ഉത്തരം കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ ഈ -3x വന്നു എന്ന് ചോദിച്ചാൽ ഈ +3x ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -3x. അപ്പോൾ x = എന്ത് കിട്ടും മക്കളെ? 4 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എക്സിൻ്റെ വാല്യൂ 4 ആണ്. ഇനി ആരെ കണ്ടുപിടിക്കണം? y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെയാണല്ലോ y കിട്ടണമെങ്കിൽ എക്സിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? 4 എന്ന ഉത്തരം കൊടുക്കണം. അപ്പോൾ പറ 3 × 4 + 3 സമം y. അപ്പോൾ എന്ത് വരും? 12 + 3 സമം y. അപ്പോൾ y സമം എന്ത് കിട്ടും മക്കളെ? 15. ഇപ്പോൾ y-യുടെ വാല്യൂ എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രാക്ഷൻ ആരാ? നമ്മൾ കൺസിഡർ ചെയ്ത ഫ്രാക്ഷൻ ആരാ? നമ്മൾ കൺസിഡർ ചെയ്ത ഫ്രാക്ഷനാണ് 4/15. അപ്പം നമ്മുടെ ഫ്രാക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യനിലെ ഫ്രാക്ഷൻ ആരാണ്? 4/15 ആണ്. x4ഉം y15. അപ്പോൾ 4/15 ആണ് ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത ഭിന്നസംഖ്യ. ഓക്കെയാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഈ രീതിയിൽ പഠിച്ചാൽ എളുപ്പമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ന്യൂജൻ മാത്ത് എന്ന ഈ ചാനലിൽ വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക.